കിഴക്കിനിയുടെ എല്ലാ കാഴ്ചക്കാർക്കും പുതിയൊരു വീഡിയോയിലേക്കും വീടിൻ്റെ വിശേഷങ്ങളിലേക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തെ ഒരു കുഞ്ഞു വീട് പരിചയപ്പെടുത്തുന്നു. വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു എലിവേഷനാണ്. ഇവിടുത്തെ ദിവ്യ എന്ന വീട്ടമ്മയ്ക്ക് ഈ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ച് നൽകിയ വീടാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വീട് സമ്മാനമായി നൽകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായും എല്ലാ പണികളും തീർത്തിരിക്കണം. വീടിൻ്റെ സർവമാന പണികളും പൂർണ്ണമായും ചെയ്തു തീർത്ത് അതുപോലെ തന്നെ മുൻമുറ്റമെല്ലാം ഇൻ്റർലോക്കും ചെയ്താണ് ശ്രീമതി ദിവ്യയ്ക്ക് ഈ വീട് നൽകിയത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കരിവള്ളൂരിലെ DYFIയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നയനാഭിരാമമായ നിറങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള സിമൻറ്റ് വർക്കുകളും എല്ലാം കൊണ്ട് വളരെയധികം രസമാണ് ഈ വീടിൻ്റെ മുൻഭാഗം. നാട്ടുകാരിൽ നിന്നും അതുപോലെ അഭ്യുദയകാംക്ഷികളായ മറ്റുള്ളവരിൽ നിന്നും ശേഖരിച്ചെടുത്ത 10 ലക്ഷം രൂപ മുടക്കിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു നല്ല വീടാണ്, ഒപ്പം ഒരു നല്ല മാതൃകയുമാണ്. സിറ്റൗട്ടിൻ്റെ ഈ ഭാഗമെല്ലാം ഗ്രൂ ചെയ്ത് നല്ല കറിനാരങ്ങയുടെ നിറമുള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നു. 2-4 കസേരകൾ അടുക്കിയിടാൻ പാകത്തിനുള്ള ഒരു സിറ്റൗട്ടാണ്. വളരെ ഒതുക്കത്തിലുള്ള ഒന്ന്. സ്റ്റീൽ കൊണ്ടുള്ള സ്ട്രിപ്പുകൾ പിടിപ്പിച്ച ഇരട്ടപ്പാളി വാതിൽ, ലോങ് ഹാൻഡിലുകൾ. അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച. ഗസ്റ്റ് സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ്, അതിനപ്പുറം വിശാലമായ ഹാളിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഇടുങ്ങിപ്പോയ ഫീല് എവിടെയുമില്ല, അതിവിശാലമാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എൽ ഷേപ്പിലുള്ള ഒരു സോഫ കം ബെഡാണ് ഇതിനായി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നീളമുള്ള 3 പാളി ജാലകങ്ങളുടെ സെറ്റിനരികെയാണ് സിറ്റിംഗ് ഏരിയ. ഇവിടെ പ്രധാന വാതിലിനോടനുബന്ധിച്ചുമുണ്ട് ഒരു ജോഡി ജനൽ. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് TV യൂണിറ്റാണ്. യാതൊരുവിധ അലങ്കാരങ്ങളുമില്ലാതെ ടെലിവിഷൻ മാത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗസ്റ്റ് സിറ്റിങ്ങിൽ ഇരുന്നാൽ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇങ്ങനെയാണ് കാണുക. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. ഈ ഭാഗത്ത് ഇവരുടെ ഇഷ്ടത്തിന് എവിടെയും ഒരു ഡൈനിങ് സ്പേസ് കൂടി അറേഞ്ച് ചെയ്യാൻ കഴിയും. ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയ ഒരു കിച്ചൺ സ്പേസ് ആണ്. ഭാവിയിൽ ഇനി കബോർഡുകളൊക്കെ പിടിപ്പിക്കുകയും ആവാം. കിച്ചണിൻ്റെയും ഹാളിൻ്റെയും ഇടയിലായി ഒരു കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കാണാം. ഭാവിയിൽ ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ കുടുംബത്തിന് ഏതുവിധത്തിലും വികസിപ്പിച്ചെടുക്കാൻ പാകത്തിനാണ് വീടിൻ്റെ നിർമ്മിതി. ഇവിടെ ഇടതുവശം ചേർന്ന് ഒരു പർഗോള വർക്കും കൊടുത്തിരിക്കുന്നു. ഒരു നാടിൻ്റെ മൊത്തം കരുതലാണ് ഈ വീട്. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. കയറി വരുമ്പോൾ ഈ ഹാളിൻ്റെ ഇടതുവശത്തായാണ് ഈ വീട്ടിലുള്ള 2 ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കാഴ്ചകളാണ്. സ്റ്റെയർ കേസിനപ്പുറം ഒരു ചെറിയ പാസേജ്, അതിന് ഇരുവശവുമായി 2 ബെഡ്റൂമുകൾ. ഒന്നിലേക്ക് കയറുകയാണ്. ബെഡ്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡായി വാങ്ങി വെച്ചിരിക്കുന്ന വാതിലാണ്. അകത്ത് കയറിയാൽ ഇതാണ് കാഴ്ച. വളരെ സുന്ദരമായി തയ്യാർ ചെയ്ത ഒരു ചെറിയ മുറി. ഒരു കട്ടിലും മരത്തിൻ്റെ ഒരു അലമാരിയും മാത്രം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ചുറ്റിനും നിറയെ ജാലകങ്ങളുണ്ട്. നല്ല പകൽ വെളിച്ചമാണ് ഈ മുറിയിൽ. സ്വന്തമായി ഒരു വീടില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാവർക്കും ഇതുപോലൊരു വീട് കിട്ടണമെന്നാണ് കിഴക്കിനി ആഗ്രഹിക്കുന്നത്. പുട്ടിയൊന്നും ഇടാതെ സാധാരണ രീതിയിൽ പെയിൻറ് ചെയ്തതാണ് ചുവരുകളെല്ലാം. സംഭാവനയായി നാട്ടുകാർ ചെയ്തു നൽകിയ വീടാണെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം മികച്ചവയിൽ മികവുറ്റ വസ്തുക്കളാണ്. ഐവറി നിറമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത്. ഈ മുറിയോട് ഇവിടെ തന്നെ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. PVC ഡോറുകൾ നൽകി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാൾട്ടൈലുകളെല്ലാം ഒട്ടിച്ച ഒരു ടോയ്ലറ്റാണ്. സാധാരണ ഒരു ശുചിമുറിക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട് താനും. എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും വീടുകൾ നിർമ്മിക്കുമ്പോൾ മുറികളോട് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യുന്നതാണ് ബുദ്ധിപരമായ നീക്കം. അത് ഭാവിയിൽ നമുക്ക് വലിയ ഗുണം ചെയ്യുകയും ചെയ്യും. ഇനി ഇവിടെ നിന്നിറങ്ങി രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകളാണ്. ആദ്യം കണ്ട അതേ മുറിയുടെ മട്ടും തനിമയും അളവുമാണ് ഇതിനും. കൗതുകമുണർത്തുന്ന നീളൻ ജാലകങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ട് നിർമ്മിച്ച ഒരു പടിക്കട്ടിലും അതുപോലെ ഒരു ചെറിയ സ്റ്റോറേജുമാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചർ. വസ്ത്രങ്ങളെല്ലാം അടുക്കി വെക്കുന്നതിന് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു അലമാരയും കാണാം. നാട്ടിൻപുറത്തെ വീടുകൾ എത്ര ലളിതമാണ് എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ആലോചിച്ചു പോകുന്നത്. ഇത്തരം കുഞ്ഞു വീടുകൾ നമുക്ക് തരുന്ന സന്തോഷവും സൗഖ്യവും ഒന്ന് വേറെ തന്നെയാണ്. ഇനി കാണാനുള്ളത് ഹാളിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ കോമൺ ടോയ്ലറ്റും ഇവിടുത്തെ കോണിപ്പടിയും ഒക്കെയാണ്. ഒരു വീടായാൽ ഒരു കോമൺ ടോയ്ലറ്റ് അത്യന്താപേക്ഷിതമാണ്. സാമാന്യം വിശാലമായ ഒരു പൊതു ശുചിമുറിയാണ് കോണിപ്പടിയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഭാവിയിലേക്കുള്ള പുരോഗതിയുടെ ചിഹ്നമാണ് കോണിപ്പടികൾ. ഏതെങ്കിലും കാലത്ത് സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ ഒരു നില കൂടി പണിയാമെന്നുള്ള പ്രതീക്ഷയാണ് അത് നൽകുന്നത്. സുന്ദരമായ ഈ വീടിൻ്റെ ചെറിയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച് നൽകിയ ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രസകരമായ മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി വീണ്ടും കിഴക്കനിയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.